ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ LP-UP സിലബസിലുള്ള കുറച്ച് പ്രധാന വർഷങ്ങളാണ് നോക്കുന്നത്. പൊതുവേ നമുക്കൊക്കെ വർഷങ്ങൾ പഠിക്കാൻ കുറച്ച് മടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് റിലവൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് വർഷങ്ങൾ ആദ്യം പരിചയപ്പെടാം. ആദ്യം നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് മെക്കാളെ മിനിറ്റ്സ്. 1835 മെക്കാളെ മിനിറ്റ്സ് അവതരിപ്പിച്ചത്. ഇത് നമ്മുടെ എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്, ജനറൽ PSCക്കും ചോദിക്കാറുണ്ട്. അപ്പോൾ മെക്കാളെ മിനിറ്റ്സിൻ്റെ വർഷം ഓർത്തിരിക്കുക, 1835 1835. മെക്കാളെ മിനിറ്റ്സ് 1835. അപ്പോൾ ഈ മെക്കാളെ മിനിറ്റ്സ് അവതരിപ്പിച്ചത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകുക എന്നുള്ള രീതിയിലായിരുന്നു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട റിപ്പോർട്ട് എന്നറിയപ്പെടുന്നത് 1835 മെക്കാളെ മിനിറ്റ്സ് ആയിരുന്നു. ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട റിപ്പോർട്ട് ഏതാണ്? അത് മെക്കാളെ മിനിറ്റ്സ് ആണ്. വർഷം ഓർത്തിരിക്കുക, 1835 1835. മെക്കാളെ മിനിറ്റ്സിൻ്റെ വർഷം 1835. ഇനി ഇത് അവതരിപ്പിച്ചത് മെക്കാളെ പ്രഭുവാണ്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തമാണ് അരിച്ചിറക്കൽ സിദ്ധാന്തം. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. അരിച്ചിറക്കൽ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? അത് മെക്കാളെ പ്രഭുവാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട റിപ്പോർട്ടായിരുന്നു 1835 മെക്കാളെ മിനിറ്റ്സ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന വർഷം ഏഷ്യാറ്റിക് സൊസൈറ്റി കൽക്കട്ട രൂപീകരിച്ച വർഷമാണ് 1784. ഏഷ്യാറ്റിക് സൊസൈറ്റി കൽക്കട്ട രൂപീകരിച്ചത് 1784, 1784. അപ്പോൾ ഏഷ്യാറ്റിക് സൊസൈറ്റി കൽക്കട്ട രൂപീകരിച്ചത് 1784 സർ വില്യം ജോൺസ് ആണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. ഏഷ്യാറ്റിക് സൊസൈറ്റി കൽക്കട്ട രൂപീകരിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് PSC. അത് സർ വില്യം ജോൺസ് ആണ്, 1784. അടുത്തത് PSC ചോദിച്ചിട്ടുള്ളതാണ് ബനാറസ് സംസ്കൃത കോളേജ് ആരംഭിച്ച വർഷം 1791. ബനാറസ് സംസ്കൃത കോളേജ് ആരംഭിച്ചത് 1791, 1791. ബനാറസ് സംസ്കൃത കോളേജ് ആരംഭിച്ച വ്യക്തിയെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ജോനാഥൻ ഡങ്കനാണ്. ബനാറസ് സംസ്കൃത കോളേജ് 1791 ആരംഭിച്ചത് ജോനാഥൻ ഡങ്കനാണ്. അപ്പോൾ ഏഷ്യാറ്റിക് സൊസൈറ്റി കൽക്കട്ട രൂപീകരിച്ചത് 1784 വില്യം ജോൺസ് ആണ്. ബനാറസ് സംസ്കൃത കോളേജ് ആരംഭിച്ചത് 1791 ജോനാഥൻ ഡങ്കനാണ്. അടുത്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ വർഷം 1835. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയത് 1835, 1835. ഇതിന് മുൻകൈ എടുത്ത ഗവർണർ വില്യം ബെൻഡിക്കാണ്. ആ സമയത്തെ ഗവർണർ വില്യം ബെൻഡിക്കായിരുന്നു. അദ്ദേഹമാണ് 1835 ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയത്. ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും വില്യം ബെൻഡിക്കാണ്. ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക്കാണ്. അതും PSC ചോദിച്ചിട്ടുണ്ട്. 1835 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചത്. അടുത്തതും വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് വുഡ്സ് ഡെസ്പാച്ച്. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. വുഡ്സ് ഡെസ്പാച്ച് 1854 വുഡ്സ് ഡെസ്പാച്ച് അവതരിപ്പിച്ചത്. അപ്പോൾ വുഡ്സ് ഡെസ്പാച്ചിൻ്റെ വർഷം ഓർത്തിരിക്കുക, 1854, 1854. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1854 വുഡ്സ് ഡെസ്പാച്ചാണ്. അത് PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ചാണ്. അപ്പോൾ വുഡ്സ് ഡെസ്പാച്ച് അവതരിപ്പിച്ച വർഷം ഓർത്തിരിക്കുക, 1854, 1854. വുഡ്സ് ഡെസ്പാച്ച് അവതരിപ്പിച്ച വർഷം 1854. ഈ വുഡ്സ് ഡെസ്പാച്ചിനോടനുബന്ധിച്ചാണ് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളായിരുന്ന കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ ആരംഭിച്ചത്. ആ വർഷം കൂടി ഓർത്തിരിക്കുക, 1857. 1854 വുഡ്സ് ഡെസ്പാച്ച് അനുസരിച്ച് 1857 കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ രൂപീകരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് സർവകലാശാലകൾ വന്ന നഗരങ്ങളാണ് കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. അപ്പോൾ വുഡ്സ് ഡെസ്പാച്ചിൻ്റെ വർഷം മറക്കരുത്, 1854. അടുത്തത് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് ആരംഭിച്ചത് 1877, 1877. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് ആരംഭിച്ചത് 1877. ഇത് രൂപീകരിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഈ ഒരു ചോദ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് 1877 ആരംഭിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 1920 ഈ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാല എന്ന പേരിലേക്ക് മാറി.
അപ്പോൾ അതൊരു യൂണിവേഴ്സിറ്റിയായി മാറി 1920. അപ്പോൾ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് ആരംഭിച്ച വർഷം 1877 അതിന് പിന്നിൽ പ്രവർത്തിച്ച അതിൻ്റെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. പിന്നീട് അത് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയ വർഷം ഓർത്തിരിക്കുക 1920. അപ്പോൾ പ്രധാന വർഷം മുഹമ്മദ് ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് ആരംഭിച്ച വർഷമാണ് 1877. ഇനി അടുത്തത് ഹണ്ടർ കമ്മീഷനാണ്. 1882 ഹണ്ടർ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായിരുന്നു ഹണ്ടർ കമ്മീഷൻ. അപ്പോൾ ഹണ്ടർ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഓർത്തിരിക്കുക 1882. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഹണ്ടർ കമ്മീഷനാണ്. ഇതിൻ്റെ ചെയർമാൻ വില്യം ഹണ്ടർ ആയിരുന്നു. ഈ കമ്മീഷനെ നിയമിച്ചത് ലോർഡ് റിപ്പൺ ആയിരുന്നു. അപ്പോൾ ഹണ്ടർ കമ്മീഷനെ വർഷം ഓർത്തിരിക്കുക 1882 ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായിരുന്നു ഹണ്ടർ കമ്മീഷൻ. അതിനെ നിയമിച്ചത് ലോർഡ് റിപ്പൺ ആയിരുന്നു. വില്യം ഹണ്ടർ ആയിരുന്നു ഇതിൻ്റെ ചെയർമാൻ. ഇനി അടുത്ത ഒരു കമ്മീഷനുണ്ട്, അതാണ് റാലെ കമ്മീഷൻ. റാലെ കമ്മീഷൻ്റെ വർഷം ഓർത്തിരിക്കുക 1902. റാലെ കമ്മീഷൻ്റെ വർഷമാണ് 1902. ഇത് നിയമിച്ചത് കഴ്സൺ പ്രഭു ആയിരുന്നു. റാലെ കമ്മീഷൻ നിയമിച്ച വ്യക്തിയാണ് കഴ്സൺ പ്രഭു. അപ്പോൾ ഈ റാലെ കമ്മീഷനാണ് നമ്മുടെ സർവകലാശാല നിയമം രൂപീകരിക്കാൻ കാരണമായത്. 1904 സർവകലാശാല നിയമം രൂപീകരിക്കാനായിട്ട് കാരണമായത് ഈ റാലെ കമ്മീഷനായിരുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, ഹണ്ടർ കമ്മീഷൻ്റെ വർഷം 1882 ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായിരുന്നു. ഇതിനെ നിയമിച്ചത് ലോർഡ് റിപ്പൺ ആണ്. പിന്നീട് നമ്മൾ പറഞ്ഞത് റാലെ കമ്മീഷനാണ്. 1902 നിയമിച്ചത് കഴ്സൺ പ്രഭു ആയിരുന്നു. അപ്പോൾ സർവകലാശാല നിയമം, ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല നിയമം 1904 വരാൻ കാരണം ഈ റാലെ കമ്മീഷനായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം മുതലുള്ള വർഷങ്ങൾ ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോകാം. മെക്കാളെ മിനിറ്റ്സ് 1835 മെക്കാളെ മിനിറ്റ്സ്. ഏഷ്യാറ്റിക് സൊസൈറ്റി കൽക്കട്ട രൂപീകരിച്ചത് 1794. ബനാറസ് സംസ്കൃത കോളേജ് ആരംഭിച്ചത് 1791. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ വർഷം 1835. വുഡ്സ് ഡെസ്പാച്ച് അവതരിപ്പിച്ച വർഷം 1854. കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ സർവകലാശാല ആരംഭിച്ചത് 1857. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് ആരംഭിച്ചത് 1877. അലിഗഡ് മുസ്ലിം സർവകലാശാല രൂപീകരിച്ചത് 1920. ഹണ്ടർ കമ്മീഷൻ്റെ വർഷം 1882. റാലെ കമ്മീഷൻ 1902. അപ്പോൾ നമ്മൾ കുറച്ച് വർഷങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൂടെ ഒന്ന് പരിഗണിക്കണേ. അതുപോലെ നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ആക്കി വെക്കുകയാണെങ്കിൽ ടൈം കിട്ടുന്ന പോലെ ഞാൻ മാക്സിമം വീഡിയോസ് ഇടാം. ടോപ്പിക്സ് കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ പോലും സ്കിപ്പാവാതെ കിട്ടും. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും, എല്ലാ ടീച്ചേഴ്സിനും നന്ദി. ഇനി ബാക്കി കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്